ഞാൻ ബി.ജെ.പിയെ വിമർശിക്കുന്നത് നിർത്തി. ഞാൻ ബി.ജെ.പിയെ വിമർശിക്കാനില്ല. ഞാൻ ബി.ജെ.പി പ്രവർത്തകരെ വേദനിപ്പിക്കാനോ അവരുടെ നേതാക്കളെ ആക്ഷേപിക്കാനോ ഇല്ല. ഞാൻ ഒരു ചൂരിലെടുത്ത് മാരാർജി ഭവന്റെ ചുറ്റും ഇങ്ങനെ നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ തല്ലി അത് നന്നാവില്ലടോ. ഞാൻ ഇന്നലെ മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനാണ്. ഇന്നലെ മുതൽ ഞാൻ പറയുന്ന രാഷ്ട്രീയം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമാണ്. പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയമാണ്. കെ.സി. വേണുഗോപാലിന്റെ രാഷ്ട്രീയമാണ്. വി.കെ. ശ്രീകണ്ഠന്റെയും ഷാഫി പറമ്പിന്റെയും രമ്യ ഹരിദാസിന്റെയും. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഞാൻ കടന്നു വന്നപ്പോ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സ്വീകരണമാണ് കിട്ടിയത്. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ അനുഭവിക്കുന്ന വലിയ സ്നേഹമുണ്ട്, വലിയ വലിയ കരുതലുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഞാന് പാർട്ടി മാറാൻ തീരുമാനിച്ചത്, പാർട്ടി മാറിയ കാര്യം പറഞ്ഞപ്പോ നിങ്ങളൊരു റോങ് ചോയ്സ് ആയി. അത് CPM-ലേക്ക് മാറായിരുന്നു. CPM ഭരണമുള്ള പാർട്ടിയാണ്. CPM-ലേക്ക് മാറായിരുന്നു. എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും? ക്യാബിനറ്റ് പദവിയോട് കൂടിയിട്ട്, അല്ലെ, ക്യാബിനറ്റ് പദവിയോട് പോലീസിനെ വെച്ചുകൊണ്ട് ചീറിപ്പായാവുന്ന പദവി. 1.5 വർഷം കഴിഞ്ഞാൽ ഷുവർ സീറ്റ്. അത് പിന്നെ ദൈവത്തിനറിയാം. അത് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതാണ്. CPM-ന് ഇനി 1.5 വർഷം കഴിഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യും. അപ്പോ ഇതൊക്കെ കിട്ടാവുന്ന ഒരു സാഹചര്യത്തിൽ ഭരണമില്ലാത്ത, കേന്ദ്രത്തിൽ ഭരണമില്ലാത്ത, സംസ്ഥാനത്ത് ഭരണമില്ലാത്ത, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും ഭരണമില്ലാത്ത ഒരു പാർട്ടിയിലേക്ക് ഇങ്ങനെ പോവാണ്. റോങ് ചോയ്സ് ആയി പോയി. ഞാൻ പറഞ്ഞു, പുന്നാരം മോനെ, ആരെങ്കിലും വിയ്യൂർ സെൻട്രൽ ജയിലിന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ജാമ്യം കിട്ടണം, പുറത്തിറക്കി വിടണമെന്നല്ലേ പറയാ. 20 കൊല്ലക്കാലം ജീവപര്യന്തം അനുഭവിച്ച് രക്ഷപ്പെടാൻ നിൽക്കുന്നവരോട് നീ കണ്ണൂർ ജയിലിൽ പോയി കിടന്നറിയില്ല. സൗകര്യമില്ല. എന്താ പറയുന്നത്? സുരേന്ദ്രൻ പറയുന്നത് അല്ലേ, ഒരു പദപ്രയോഗം നടത്തി. ഇന്നത്തെ കാലത്ത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താ പറഞ്ഞത്? ശിഖണ്ഡിയെ മുൻനിർത്തി, അല്ലേ, ശിഖണ്ഡിയെ മുൻനിർത്തി കൗരവപ്പട. ഓർമ്മയുണ്ടോ എന്നാണ് ചോദിച്ചത്. അത് കോൺഗ്രസ്സുകാരെ നോക്കിക്കോളൂ, നിങ്ങൾ നോക്കണ്ട. പക്ഷെ മുഖ്യമന്ത്രിക്ക് സന്ദീപ് പറഞ്ഞ ചില പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. എന്താണ്? മസാല ബോണ്ട് ഞാൻ കൊണ്ടുവന്നതാ. വാളയാർ കുട്ടികളുടെ കൊലപാതകത്തിൽ 2ാമത്തെ കുട്ടി 1ാമത്തെ കുട്ടിയുടെ കൊലപാതകത്തിന് ദൃക്സാക്ഷിയാണെന്നുള്ള പോലീസ് റിപ്പോർട്ട് ഞാൻ കൊണ്ടുവന്നതാ. അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോ ഫയലിൽ വ്യാജ ഒപ്പിട്ടു എന്ന കാര്യം ഞാൻ കൊണ്ടുവന്നത്. അത് മുഖ്യമന്ത്രിക്ക് അങ്ങനെ പഴയ കാര്യങ്ങൾ മറക്കാൻ ബുദ്ധിമുട്ടാവും. ആ മുഖ്യമന്ത്രിയോട് എനിക്ക് ഒറ്റ മറുപടിയെ പറയാറുള്ളൂ. പഴയ കാര്യത്തിൽ സന്ദീപ് ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ നിലപാട് മാറ്റാത്തതുള്ളൂ. ആ നിലപാടെന്ന് പറയുന്നത് CPM-ന്റെ ജനവിരുദ്ധ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുക എന്നുള്ള നിലപാടാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ കേരളത്തോട് ചെയ്യുന്ന അനീതി തുറന്നു എതിർക്കുക എന്നുള്ള നിലപാടിൽ ഒരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇന്നലെ മുതൽ ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ഈ മൂവർണ്ണക്കൊടിയുടെ പരിശുദ്ധിക്ക് ഒരു കളങ്കവും തീർക്കാതെ ഇനിയുള്ള കാലം നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരുവനായി പോരാടാൻ ഞാൻ ഉണ്ടാകുമെന്ന ഉറപ്പാണ് എനിക്ക് ഇവിടെ നൽകാനുള്ളത്. സന്ദീപ് പോയാൽ ഒരു കുഴപ്പമില്ല. സന്ദീപ് പോയാൽ ഒന്നിനും കൊള്ളാത്തവൻ. സന്ദീപ് പോയാൽ ഒരു പ്രശ്നമില്ല. ചീള് കേസാണ് പറഞ്ഞു. ആരെ പറഞ്ഞു? രാധാകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഗോപാലകൃഷ്ണനും രാധാകൃഷ്ണൻ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിക്കോട്ടെ, ഇജാതി പുതിലുണ്ടാവുള്ള നാട്ടില്. കഴിഞ്ഞ വേദിയിൽ ബഹുമാനപ്പെട്ട കെ.സി. വേണുഗോപാൽ പറഞ്ഞു, രാഷ്ട്രീയ എതിരാളികളെ മുഴുവൻ ED-യെയും IT-യെയും വെച്ച് വേട്ടയാടുന്ന കാലാണ്. സന്ദീപാരുടെ വീട്ടിലേക്ക് IT വരുമോ ED വരുമോ എന്നുള്ള ഭയം ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കാ പേടിയില്ല. എന്റെ വീട്ടിൽ ED-യും IT-യും കയറിയാൽ എന്റെ അച്ഛന്റെയും അമ്മയുടെയും പെൻഷൻ ബുക്കും ആനുകൂല്യങ്ങളും ഞങ്ങളുടെ വീട്ടിൽ ലഭിക്കുന്ന വരുമാനവും വള്ളി വിടാതെയുള്ള കണക്കുകൾക്ക് വായിച്ചു നോക്കി തിരിച്ചൊന്നും കിട്ടിയിട്ടില്ല എന്ന് എഴുതി തിരിച്ചു പോകേണ്ടി വരും എന്ന നല്ല ബോധ്യവും ചങ്കുറപ്പുമുള്ളത് കൊണ്ടാണ് BJP-യുടെ പാളയത്തിനിറങ്ങി ഞാൻ കോൺഗ്രസിന്റെ പാളയത്തിൽ വന്നിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, സുരേന്ദ്രന് പാർട്ടി മാറാൻ ധൈര്യം ഉണ്ടാവും? സുരേന്ദ്രന് പാർട്ടി മാറാൻ ധൈര്യം ഉണ്ടെങ്കിൽ
അല്ലേ? MT രമേശ് പാർട്ടി മാറി നോക്കട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ, PK കൃഷ്ണദാസ് ഒന്ന് പാർട്ടി മാറി നോക്കട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ. ഞാൻ പറയുന്നത് പാർട്ടി മാറണമെങ്കിൽ സ്വന്തം കൈകൾ പരിശുദ്ധമാണ് എന്ന ബോധ്യം അവനവന് വേണം. ആ പരിശുദ്ധി എനിക്കുണ്ട് എന്ന ഉത്തമമായ ബോധ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പറയാം. ഞാൻ കോൺഗ്രസിലേക്ക് കടന്നു വന്നതുകൊണ്ട് നിങ്ങൾ BJPയിലുള്ള ഒരാളെയും നിങ്ങൾ വേദനിപ്പിക്കുന്ന ഒരു നിലപാടും പറയണ്ട, ഒന്നും പറയണ്ട. പാവങ്ങളാണ്, മഹാഭാവങ്ങളാണ്. വൈകുന്നേരം വരെ പണിയെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് മൈദ വാങ്ങി പോസ്റ്റ് ഒട്ടിച്ച് ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലും ഈ പ്രസ്ഥാനം രക്ഷപ്പെടുമെന്ന് വെറുതെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന, മനക്കോട്ട കെട്ടുന്ന ആളുകളാണ്, പാവങ്ങളാണ്. അവർക്കറിയത്തൊക്കെ എപ്പോഴും കച്ചവടം ചെയ്തിട്ടുണ്ടെന്ന് അല്ലേ? പാലക്കാട് ആരൊക്കെ തമ്മിലെ മത്സരം വലിയ നമ്മൾ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പാലക്കാട് സത്യം പറഞ്ഞാൽ രണ്ട് കൂട്ടർ തമ്മിലെ മത്സരം. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ UDF മത്സരിക്കുന്ന സമയത്ത്, മറുവശത്ത് CPM BJP സഖ്യമാണ് മത്സരിക്കുന്നത്. CPM BJP സഖ്യം. ആലോചിച്ച് ഇന്ന് ഇന്നലെ മുതൽ വരുന്ന പ്രസ്താവനകൾ കാണുമ്പോൾ ഈ രണ്ട് പ്രസ്താവനകൾ BJP ഓഫീസിലെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തെടുക്കുന്ന പ്രസ്താവനകള് കൃഷ്ണകുമാർ കുഞ്ഞിരാമൻ മന്ദിരത്തിൽ കൊണ്ടുപോയി കൊടുക്കും. രണ്ട് കൂട്ടർ ഒരുമിച്ചിട്ടാണ് പ്രസ്താവന, അല്ലേ? MP രാജേഷിന്റെയും സുരേന്ദ്രന്റെയും ഒക്കെ വാക്കുകൾക്ക് എന്താണ് യോജിപ്പ്? ബഹുമാനായിട്ടുള്ള മന്ത്രി MP രാജേഷും സുരേന്ദ്രനും ഒക്കെ പറയുന്നത് കേട്ടാൽ ഒരു അമ്മ പെറ്റ അടിയന്മാരെന്നൊക്കെ തോന്നുന്നു. ഒരമ്മ പെറ്റ സരികുമാറിന്റെ പടത്തിൽ പറഞ്ഞില്ലേ, ഒരമ്മ പെറ്റ അടിയന്മാരെ പോലുള്ള നടപ്പാണിപ്പോ സന്ധ്യവാരി എതിർക്കാൻ വേണ്ടിയിട്ട്. എന്തൊരു കഷ്ടം! എന്നെ എതിർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഒരുമിച്ച് കണ്ടല്ലോ, അത് മതി. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം പറയാം. ഈ രണ്ടു കൂട്ടരെയും പരസ്പരമുള്ള അഡ്ജസ്റ്റ്മെന്റ് നാടകം കേരളത്തിൽ അടുത്ത കാലത്താണ് പുറത്തു വന്നിട്ടുള്ളതെങ്കിലും പാലക്കാട്ടുകാർക്ക് അത് വളരെ നേരത്തെ തന്നെ അറിയാം. 77-ൽ സഖാവ് ശിവദാസമേനോൻ മത്സരിക്കുമ്പോ കവർ തിയേറ്ററിൽ LK അദ്വാനി വന്ന് അന്നത്തെ ശിവദാസമേനോന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തടക്കം 91-ൽ BJPക്കാരാ പിന്തുണ എന്ന് സ്വന്തം ലെറ്റർ പാഡിൽ അച്ചടിച്ച് BJP ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്ത് മുനിസിപ്പാലിറ്റി ഭരിക്കാൻ 5 വർഷത്തേക്ക് പിന്തുണ വാങ്ങിയതടക്കമുള്ള ചരിത്രം പരിശോധിച്ചാൽ പാലക്കാട്ട് നേരത്തെ അറിയാം. നമ്മളൊക്കെ ഒന്നാണ്. അതെ, CPM BJP എല്ലാ കാലത്തും പാലക്കാട്ട് ഒന്നാണ്, കേരളത്തിൽ ഇപ്പൊ ഒന്നാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. കണ്ണാടിയിലെ നെൽകർഷകന് അവൻ അർഹിക്കുന്ന പണം കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാ? ഈ രണ്ടു കൂട്ടരുമല്ലേ തുല്യ ഉത്തരവാദികളാണ്. അപ്പൊ അവർക്ക് ശിക്ഷ കൊടുക്കണ്ടേ? അവർക്ക് ശിക്ഷ കൊടുക്കണമെങ്കിൽ ഈ രണ്ട് കൂട്ടർക്കുമെതിരായിട്ടുള്ള നിലപാട് ഈ തെരഞ്ഞെടുപ്പ് സ്വീകരിക്കണം. അപ്പൊ പറയുന്നത് സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കിയാൽ പാലക്കാട്ടുകാരൻ ഹൃദയസ്പന്ദനം അറിയാം. നല്ല വൈദ്യനാണെങ്കിൽ കൈകൊണ്ട് പിടിച്ചു നോക്കിയാലും മതി, അല്ലേ? നല്ല വൈദ്യനാണെങ്കിൽ കൈകൊണ്ട് പിടിച്ചു നോക്കിയാലും മതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നല്ല വൈദ്യൻ, പാലക്കാട്ടിന്റെ അസുഖങ്ങൾക്ക് നല്ല മരുന്ന് എഴുതി നൽകാൻ കഴിവുള്ള പ്രാപ്തിയുള്ള വൈദ്യൻ, അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. 20-ാം തീയതി എല്ലാവരും പോയി കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട രാഹുലിനെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കണം. ഒരു സംശയവുമായി, അല്ലേ? രാഹുൽ മാങ്കൂട്ടം ഷാഫി പോയാൽ പകരക്കാരൻ ആരാന്ന് വെച്ചാൽ അത് രാഹുലാണ്. എന്താ സംശയമുള്ളത്? ഇവിടെ ഇപ്പോ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ പറയണം. ഞാൻ അതിലേക്കും കടക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇത് നന്നാവാൻ ഉദ്ദേശമില്ല. കുറച്ച് 10 മാസം കഴിഞ്ഞാൽ ആ ഭരണവും താഴെ പോകും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ നാടിന്റെ ഒരുമ, ഈ നാടിന്റെ ഐക്യം, ഈ നാടിന്റെ ഒത്തൊരുമ, ഇതെല്ലാം സംരക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. ഞാൻ പറഞ്ഞത്, ഇന്ന് കാലത്ത് പാണക്കാട് പോയ സമയത്ത് എനിക്കുണ്ടായ അത്യന്തം ഹൃദയത്തിൽ തട്ടുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ, ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങൾ. ആ സന്തോഷങ്ങളെ കെടുത്താൻ ഇനി ഒരിക്കലും എന്റെ മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളോടൊപ്പം ഇനിയുള്ള നാളുണ്ടാകും. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, കണ്ണാടിയിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ പാലക്കാട് UDFന് വേണം. ഈ പാലക്കാട് UDFന് വേണം. ഈ പാലക്കാട് നിങ്ങൾ UDFന് തരില്ലേ? ഈ പാലക്കാട് ഞങ്ങളിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.